അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കുകളെ വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ? ചങ്കളന്നൊരു 3 ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജോബ് വേക്കൻസി പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളിതിന് മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോബ് വേക്കൻസി ഉള്ള ആളുകളും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണമെന്ന്. കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് ഇന്നും ഇന്നലെയൊക്കെ ഞാനൊക്കെ വന്ന മെസ്സേജുകൾ, ജോബ് വേക്കൻസി ഒക്കെ നമ്മളെ കോൺടാക്റ്റിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എന്നോട് ചില ആളുകൾ പറയണില്ല. ചില ആളുകൾക്ക് ഞാൻ ഫോളോ ചെയ്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ എനിക്ക് റീപ്ലൈ തരും. ഇതിൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താവുമെന്ന് അറിയോ, നമുക്കത് സ്കൂളിൽ ചെയ്ത് പോകുമ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്താണ് എങ്ങനെ സേവ് ചെയ്തതെന്ന് അറിയാം. നമ്മൾ സേവ് നടിക്കുമ്പോൾ അവർ ചിലപ്പോൾ എന്താണ് എഴുതിയിട്ടുള്ളത് അതാണ് സേവ് ഉണ്ടാവുക. അപ്പോൾ ഒരു ജോബ് വേക്കൻസിക്ക് നമ്മളൊക്കെ എങ്ങനെയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു വേക്കൻസിക്ക് ഇങ്ങനെ ഒരു വേക്കൻസി എന്ന് പറയുമ്പോൾ അത് വിസയാണോ തെനാസിൽ വേക്കൻസി ആണോ എന്നുള്ളത് പറയാം, ഏജിൻ്റെ ലിമിറ്റ് പറയാം, പറ്റുന്ന വെച്ചാൽ സാലറി പറയാം, എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് പറയാം, ഇക്കാമ ഏതാണ് പ്രൊഫഷന്, അതുപോലെ തന്നെ വാലിഡ് എക്സ്പയർ ഇതിൻ്റെ കാര്യങ്ങൾ പറയാം, ലൈസൻസ് വേണോ എന്നുള്ളത് പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽസ് തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന വേക്കൻറ്റുകൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ആളുകൾക്ക് എത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇന്നലെ പറഞ്ഞ വേക്കൻറ്റിന് ഒരുപാട് ആൾക്ക് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മളിപ്പോൾ ഷവർമ മേക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ദിവസമായി ഇന്ന് വീഡിയോ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സുഹൃത്ത് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷഫീഖ് ഭായി ഒരു ഷവർമ മേക്കർ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സൗദിൻ്റെ ഷോപ്പിലേക്കാണ്, ആയിലേക്കാണ് ആ വേക്കൻസി ഉള്ളത് കേട്ടോ. നമ്മൾ ഒന്നാമത്തെ വേക്കൻസി അതാണ്. അപ്പോൾ ഷവർമ മേക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ആരെങ്കിലും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പിന്നെ സാലറിയും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് സൗദി ആയിട്ട് സംസാരിച്ച് ക്ലിയർ ഇത്തിഫാക്ക് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, തെനാസിലിൻ്റെ കാര്യങ്ങളെല്ലാം. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് റിയാദിലേക്കാണ്. റിയാദിൽ ഒരു ചൈന കമ്പനിയിലേക്ക് 2 മാസത്തിന് ഡ്രൈവർ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, റിയാദ് റൂട്ട് അറിയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും അറബിയും നല്ല സംസാരിക്കാൻ അറിയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൊഫഷന് ആമിലായിരിക്കണം, സായിക്കാസ് പറ്റൂല. ഇക്കാമയും ലൈസൻസും വാലിഡ് ഉള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. ഓക്കെ, മൂന്നാമത്തെ വേക്കൻസി ഉള്ളത് തബൂക്കിലേക്കാണ് കേട്ടോ. തബൂക്കിലെ ഒരു ക്യാമ്പിനകത്തുള്ള ഒരു ബൂഫിയയിലേക്ക് ഒരു ബൂഫിയ മേക്കർ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെനാസിൽ എടുക്കൂല. സാലറി പറഞ്ഞിട്ടുള്ളത് 2300 റിയാലാണ്. 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 40 വയസ്സിനകത്തുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ. ഹൗസ് ഡ്രൈവർ പ്രൊഫഷനിലുള്ള ആളുകൾ മെസ്സേജ് അയക്കരുത്. കാരണം ക്യാമ്പിനകത്ത് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ പ്രൊഫഷനിലുള്ള ആളുകളാണ് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈവർ വേക്കൻസിക്കും 40 വയസ്സിന് മുകളിലുള്ള ആൾ വേണ്ട കേട്ടോ. അതിൻ്റെ അകത്തുള്ള ആളുകൾ മതി. ഓക്കെ, അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഹായ് ഹലോ ഇല്ല പരിപാടിയൊക്കെ നിർത്തുക. ഒരു മിനിറ്റിൻ്റെ അകത്തിലൊരു വോയിസ് സെൻഡ് ആക്കുക. കുറേ ആളുകൾ സലാം പറയണു, ചില ആളുകൾ ഹായ് പറയണു, ഹലോ പറയണു. അപ്പോൾ സലാം ഞാൻ മടക്കുന്നുണ്ട്. പിന്നെ ഹായ് ഹലോക്കൊക്കെ ഓക്കെ എന്ന് എഴുതിയാണ് ചിലപ്പോൾ മെസ്സേജ്, ചിലത് ഞാൻ അങ്ങോട്ട് അന്വേഷിക്കുകയാണ് എന്താണ് ആവശ്യം എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു വോയിസ് വിടുക. പിന്നെ ജോബ് വേക്കൻറ്റിൻ്റെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേക്കൻസികൾ എൻ്റെ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അതിന് മെസ്സേജ് അയക്കുക. അതിൽ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ സ്ക്രോൾ ചെയ്യാതെ കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇന്നും ഉണ്ട് ഒരുപാട് ആളുകൾ സായിക്കാസിൻ്റെ പേപ്പർ ഉണ്ടോ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കണം. അതുപോലെ തന്നെ മുത്തുമണികളെ ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഷഫീഖ് ഭായി ഹൗസ് ഡ്രൈവർ പേപ്പർ ഉണ്ടാവോ, ലൈസൻസ് വാലിഡ് ഉണ്ട്, ലൈസൻസ് എക്സ്പയർ ആണ്, പിന്നെ ഞാൻ ലൈസൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാലും, ഞാൻ ഹൗസ് ഡ്രൈവർ പേപ്പർ ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഷഫീഖ് ഭായി ഇന്ന ഭാഗത്തേക്ക് ഒരു ഡ്രൈവർ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെയ്യലില്ല. കാരണം നമ്മൾ എത്ര നല്ലത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പരാതി ഉണ്ടാവുള്ളൂ. ഹൗസ് ഡ്രൈവർ പ്രൊഫഷൻ ആ ഒരു വിഷയത്തിലാവുകൊണ്ടാണത്. കാരണം ഒരു വീട്ടിലെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ
അവർക്ക് 24 മണിക്കൂറും അവർ വിളിക്കും. 24 മണിക്കൂറിൽ നമുക്ക് കോൾ വരും. അവർക്ക് അവരെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ഹോസ്പിറ്റലിലേക്ക് രാത്രി പോകാണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾക്ക് രാത്രി എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ വിളിക്കും. അപ്പം നമ്മളെ കോൾ അറ്റൻഡ് ചെയ്യണം, നമ്മൾ പോകണം. ചിലപ്പോൾ പകൽ ഓട്ടം ഉണ്ടാവില്ല, ചിലപ്പോൾ രാത്രിയായിരിക്കും ഓട്ടം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞുതരാം. 1200 റിയാൽ ശമ്പളത്തിനാണ് ഞാൻ സൗദി അറേബ്യക്ക് പേപ്പർ എടുത്തിട്ട് വരുന്നത്, വിസ എടുത്തിട്ട് വരുന്നത്. 65,000 റുപ്യ ഞാനും എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ട്സും പാടെ പോയിട്ട് കോഴിക്കോടോട്ടുമേ പെരിന്തൽമണ്ണ കോഴിക്കോടോട്ടുമേ കറങ്ങോടുത്ത ലെഫ്റ്റ് സൈഡിലൊരു ട്രാവൽസ് ഉണ്ട്. ആ ട്രാവൽസിൽ നിന്നാണ് വിസ എടുക്കണേ. വിസക്ക് അന്ന് 65,000 റുപ്യ എടുത്തു. ഇങ്ങോട്ട് പറഞ്ഞത് പാലസിക്കാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു 6 സ്ത്രീകളിലെ വീട്ടിക്ക് മക്കള് 6 പെൺകുട്ടികളും 2 ആൺകുട്ടിയും തള്ളി തന്തിയുണ്ട്. അതിൽ വലിയവൻ കല്യാണം കഴിച്ചും ചെയ്തു. അവൻ്റെ വൈഫിൻ്റെ ഓട്ടം ഉണ്ട്, അടിപൊളിയാവും. പക്ഷേ ഞാനിവിടെ വന്ന് നമ്മൾ പുതിയൊരാളാണല്ലോ, നമ്മൾ ട്രാവൽസിൽ നിന്നാണ് വിസ എടുത്ത് വന്ന്. അന്ന് നമുക്ക് ആരും പേപ്പറൊന്നും തരാണ്ടായില്ല കേട്ടോ. നമുക്ക് പരാതി ഉണ്ടായില്ല, ട്രാവൽസിലോടും പരാതി ഉണ്ടായില്ല. പാലസിക്കാണെന്ന് പറഞ്ഞാണ്ട് തന്നുകൊണ്ട് നമുക്ക് അവിടെ ഒരു പരാതി ഇല്ല. നമുക്ക് ആരോട് പരാതിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം ഞാൻ ട്രാവൽസിൽ നിന്നാണ് വിസ എടുത്ത് പോകുന്നത്. ഇതിൻ്റെ ട്രാവൽസൊക്കെ വിളിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായില്ല. നമുക്ക് സന്തോഷം, അൽഹംദുലില്ലാ, റാഹത്തിന് വയറ് നിറയെ ഭക്ഷണം കിട്ടിയിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും വിളിക്കുമ്പോഴും ചോദിക്കും, കുട്ടിയെ ഭക്ഷണം കിട്ടില്ല, പണി നമുക്ക് കുഴപ്പമില്ല. നമ്മളൊക്കെ നാട്ടിൽ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുക. ഞാൻ ലോറിമ പണിയെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഓട്ടോറിക്ഷ പണിയെടുത്തിട്ടുണ്ട്, പല പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം ആവോളം ചിലപ്പോൾ 10 ട്രിപ്പ് എടുക്കും, ചിലപ്പോൾ 15 ട്രിപ്പ് എടുക്കും ഓട്ടോറിക്ഷയ്ക്ക്. എന്നാലും മാസം ലാസ്റ്റ് വെച്ച് ചിലപ്പോൾ നോക്കുമ്പോൾ കടയായിരിക്കും. ഇവിടെ ആ സ്ഥാനത്ത് 2 ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഒരു മദ്രസ ഉണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് രാത്രി ഒരു ഓട്ടം വിളിച്ചാൽ പറയും ഷാദ നടക്കൂല, ഭയങ്കര പണിയാണ്. ഒരു ബാൽദിയ കീസ് എടുത്തിടാൻ പറഞ്ഞാൽ അപ്പോൾ ഓൽക്ക് അത് പറ്റൂല, അല്ലെങ്കിൽ കാറ് തുടക്കാൻ പറഞ്ഞാൽ അത് ഓൽക്ക് അപ്പം പറ്റൂല. ഞാൻ എല്ലാവരെയും പാടെ പറയില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഡ്രൈവർ പേപ്പർ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. കാരണം ഞാനൊക്കെ 7 കാറ് വരെ കഴുകിയിട്ടുണ്ട് വേറെ വീട്ടിൽ ഡ്രൈവറായിട്ട് വന്നിട്ട്. 7 കാറും വീടൊക്കെ കഴുകിയിട്ടുണ്ട്. അത് എത്ര റുപ്യ ശമ്പളത്തിൽ? 1500 റുപ്യ ശമ്പളത്തിൽ ഇഷ്പീലിയിൽ. പക്ഷെ അതിനനുസരിച്ചുള്ള ഫായിദയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ അവർ പറയുന്ന റൂട്ടിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യക്ക് ഒരു പണിക്ക് ഏകദേശം അത്യാവശ്യം നോർമലായിട്ടൊരു ജോലിക്ക് വരുന്ന ആൾ ഒരു ഹൗസ് ഡ്രൈവർ ആയിട്ട് ആദ്യം വരണം. ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ നാട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഡ്രൈവർ ആയിട്ട് വരണം. ഇന്ന് സൗദി അറേബ്യത്തെ ഭാഷയും കാര്യങ്ങളും റൂട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകൾ ഇപ്പോഴും നമ്മളെ നാട്ടുകാരെ കടയിൽ തന്നെ വന്നു കഴിഞ്ഞാലും ഓൽക്ക് അറബി അറിയില്ല. പക്ഷേ ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട് നമുക്ക്. ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അറബി മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള പരിപാടിയാണ്. ഒരു കാറൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് ഓടുകയാണ്. ഒരു 3 മണിക്ക് പുലർച്ചെ 3 മണിക്ക് ഒരു ഓട്ടം വിളിച്ചു. റോഡ് ഫുള്ള് എംറ്റിയാണ്, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഒരാൾ പെട്ടെന്ന് ഓട്ടം വിളിച്ചു, നമ്മൾ പെട്ടെന്ന് എണീറ്റ് പോവും. കാരണം എന്താ, നമുക്ക് കാര്യമുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് നമ്മളൊരു ഡ്രൈവർ പണിക്ക് വന്നിട്ട് 2 മണിക്കോ 3 മണിക്കോ 12 മണിക്ക് വിളിച്ചാൽ തന്നെ ബുക്കറ ഫീ മദ്രസ പരിപാടി എന്നാണ് ഇങ്ങനെ മാന്തി ചൊറിഞ്ഞു കൊണ്ട് നിൽക്കും. അവരെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് കൊടുക്കുന്ന അവരെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാം. ഞാൻ ഒരുപാട് വീട്ടിൽ ഡ്രൈവറായിട്ട് നിന്നാൽ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ പാലസിക്ക് ഡ്രൈവറായിട്ട് വന്നു പറഞ്ഞില്ലേ. പടച്ച റബ്ബിന്നെ ഒരു പാലസത്തെ ഒരു സ്റ്റാഫിൻ്റെ ഡ്രൈവറായിട്ട് തന്നെ ലാസ്റ്റ് ഞാനിവിടെ ഡ്രൈവർ പണിയെടുത്തിട്ട് 5 വർഷത്തോളം ഞാൻ അവിടെ പണിയെടുത്തതാണ്. പാലസത്തെ സ്റ്റാഫിൻ്റെ അമീറിൻ്റെ സ്റ്റാഫിൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അതിന് പാലസുക്കും കാര്യങ്ങളെല്ലാം ഞാൻ അമീറിൻ്റെ വീട്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഭക്ഷണം എന്നറിയോ. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തോപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായിട്ട് ഹൗസ് ഡ്രൈവർ പണി എടുത്തിട്ടുണ്ട് ഞാനവിടെ. ചില ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ തള്ളി വിടും. ഇച്ചിരി 2500 ഉണ്ട് ശമ്പളം, ഒരു കുഴപ്പമില്ല, പരമസുഖമാണ്. ഇനി ഒരു കണ്ടു കഴിഞ്ഞാൽ അപ്പം അധികം തരും. എവിടെ ഓന് ശമ്പളത്തിലേറെ 1 റുപ്യ കൊടുക്കുന്നുണ്ടാവില്ല. മനസ്സിലായ നിങ്ങൾക്ക്? നിങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കണ്ട. നമ്മളെ ജോബ്, നമ്മളോട് പറഞ്ഞ ജോബ് നമ്മൾ ചെയ്യുക, സന്തോഷമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറക്കണ്ട. വേക്കൻറ്റുകൾ ഇല്ലതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും. നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.